ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കറിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാം വീഡിയോയിലേക്ക്. കുറച്ച് കാലത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാളയുടെ പകുതി അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഉള്ളി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി അധികം ഗോൾഡൻ കളർന്ന് ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക് ജസ്റ്റ് ഒന്ന് നടുവൊന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ പരുവത്തിൽ വേണം വാട്ടിയെടുക്കാൻ, അധികം ഗോൾഡൻ കളറൊന്നും ആവണ്ട. ഇതൊന്ന് തണിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തണിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തണിഞ്ഞിട്ടുണ്ട്, ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതേ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിയിലയും 1.5 സ്പൂൺ പുതിനയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് പരുവം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഓൾറെഡി ഉള്ളിയിലുണ്ടായിരുന്ന വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി ഞാൻ അതേ പാൻ തന്നെ വീണ്ടും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജീരകം ജസ്റ്റ് മൂത്ത ശേഷം ഇതിലേക്ക് പട്ട ഇട്ട് കൊടുക്കുകയാണ്. ചെറിയൊരു പീസ് പട്ട ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി ചോപ്പറിലിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉള്ളിയെല്ലാം ഏകദേശം കുറച്ച് നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതും ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്.
ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ തക്കാളി സ്ലൈസായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതും നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, ഒന്നര സ്പൂൺ മല്ലിപ്പൊടി. ഇപ്പോൾ മസാലകളുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമുക്കിനി. ഇപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെറും പച്ചവെള്ളമാണ്. അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. വെള്ളം കുറച്ച് കൈ കൊണ്ടൊന്ന് കുടഞ്ഞിട്ട് ആണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഫുള്ളായിട്ട് ഒപ്പര ഒഴിക്കുന്നില്ല. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ മസാലകളൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ചിക്കനിലേക്ക് കൂടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ ഒരു 5 മിനിറ്റ് നന്നായിട്ട് വാട്ടിയിട്ട് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിൽ വേണം നമ്മളൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വാടുന്ന സമയത്ത് നമുക്ക് ഒരു തേങ്ങ മുറിയുടെ പകുതിയുടെ പാലെടുത്ത് വെക്കണം. 1/4 പാലാണ് എടുക്കുന്നത്. അത് നമുക്ക് റെഡിയാക്കി മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇനി ഈ മസാലകളൊക്കെ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണിത്. ഇപ്പോൾ ചിക്കനിലേക്ക് ഏകദേശം നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ചിക്കനിലേക്ക് എല്ലാ മസാലകളും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചിക്കൻ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് കുറച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കൻ വേവേണ്ട വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റായി നമ്മൾ ചിക്കൻ കറി മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം ചിക്കൻ കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.